നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യത്തിൽ ഇന്ന് കഥ പറച്ചിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ചർച്ചയാണ്. അങ്ങനെ ഒരു ചർച്ചയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കാരണം രണ്ട് വാക്കുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ രണ്ട് വാക്കുകളെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഈ ചാനൽ കാണുന്ന ചില സുഹൃത്തുക്കളാണ്. രണ്ട് വീഡിയോയിൽ വന്ന വ്യത്യസ്തമായ കമൻറ്റുകളായിരുന്നു അത്. ഒന്ന്, പുലയാടി എന്ന വാക്കിനെ കുറിച്ച് സംസാരിക്കാമോ? രണ്ടാമത്തേത്, അടിപൊളി എന്ന വാക്ക് എങ്ങനെയുണ്ടായി എന്ന് പറയാമോ? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ചോദ്യം ലഭിച്ചതിന് ശേഷം ഈ രണ്ട് വാക്കുകളെയും കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി, ചില കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ അതത്ര ശരിയായിട്ടില്ല. കുറേ കൂടി വിവരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നൊരു ചിന്ത എവിടെയോ മനസ്സിലങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്നവർക്ക് ഈ വാക്കുകളെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതൊരു ചർച്ച പോലെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊരു സാധ്യത മാത്രമാണ്. സത്യത്തിൽ പല പ്രയോഗങ്ങളെക്കുറിച്ചുള്ള ഉത്ഭവം എന്ന് പറയുന്നത് ചില സാധ്യതകൾ വെച്ച് അനുമാനിച്ചെടുക്കുന്നതാണ്. ഈ സാധ്യത മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത്. വീഡിയോ കാണുന്നവർ ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ കമൻറ്റിൽ ആരെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുകൂടി നോക്കുക. അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏതാണ് യുക്തിപരമെന്ന് തോന്നുന്നത് അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ചർച്ച തുടങ്ങി വെക്കാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യാതൊരു മടി കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നുപോകല്ലേ കേട്ടോ. ആദ്യത്തെ വാക്ക് പുലയാടി എന്ന വാക്കാണ്. കേൾക്കുമ്പോൾ തന്നെ അസഭ്യം എന്ന് തോന്നുന്നൊരു വാക്കാണത്, അല്ലേ? അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉത്ഭവം എന്താണെന്ന് അറിയാനുള്ളൊരു ശ്രമം അത് നടത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. ഈ വാക്കിൻ്റെ അർത്ഥം ശബ്ദധാരാവലിയിൽ കൊടുത്തിരിക്കുന്നത് വ്യഭിചാരിണി എന്ന അർത്ഥത്തിലാണ്. വേശ്യാവൃത്തി ചെയ്യുന്നവർ. ശബ്ദധാരാവലിയുടെ 1243 പേജിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പുലയാടിയിടുന്നവരെ ഇരുമ്പ് പാവ ചുലവച്ചൂതി പഴുപ്പിച്ചതിനെ തഴുകിക്കണം എന്ന ഒരു ഉദാഹരണം കൂടെ അതിനൊപ്പം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചാരം ചെയ്യുന്ന വ്യക്തികൾ, വേശ്യാവൃത്തി ചെയ്യുന്നവരെ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇരുമ്പ് പാവയെ ഉണ്ടാക്കി ആ പാവയെ ഉലയിൽ വെച്ച് പഴുപ്പിച്ചതിന് ശേഷം അതിനെ തഴുകാൻ പറയണം, അല്ലെങ്കിൽ അതിനെ കെട്ടിപ്പിടിക്കാൻ പറയണം. ഇതുപോലൊരു സംഭവം നമ്മൾ കാണുന്നത് പറയിപ്പറ്റ അല്ലെങ്കിൽ പഞ്ചമേറ്റ പന്തിരുകുലത്തിലെ അകവൂർച്ചാത്തൻ്റെ കഥകളാണ്. ആ കഥയിലെ നമ്പൂതിരി ഒരു പെണ്ണിനെ കുറിച്ച് മോഹിച്ചു. ആ പാപം പോകുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അകവൂർച്ചാത്തൻ നിർദ്ദേശിക്കുന്ന ഒരു ശിക്ഷയാണ് ഇരുമ്പ് കൊണ്ട് ആരെയാണോ മോഹിച്ചത് അയാളുടെ പ്രതിമയുണ്ടാക്കി അത് പഴുപ്പിച്ച് അതിനെ ആശ്ലേഷിക്കണം. സമാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. പുലയാടി എന്ന വാക്കിന് വ്യഭിചാരിണി എന്ന അർത്ഥമാണ് ശബ്ദധാരാവലിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വാക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നടന്നൊരു ചർച്ച ഞാൻ ശ്രദ്ധിച്ചു. പുലം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭൂമി അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തുന്ന സ്ഥലം അല്ലെങ്കിൽ വയൽ എന്നാണ്. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ വയലിലൊക്കെ വേലയെടുക്കുന്നവരെയാണ് പുലയാടികൾ എന്ന് പറഞ്ഞിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലിൽ വേല ചെയ്യുന്ന താണജാതിക്കരെ ആളുകളെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു വാക്ക്. പുലയടിയാൻ എന്ന വാക്കും ശബ്ദധാരാവലിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പുലയിൽ ജോലി ചെയ്യുന്നവൻ പുലയാടി എന്നാണ് ഈ ചർച്ചയിൽ പറയുന്നത്. എന്തുകൊണ്ട് അതൊരു മോശമായ വാക്കായി മാറി? അതിനെക്കുറിച്ച് കൂടി അന്വേഷിച്ചു പോയപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു സംഗതി, സമൂഹത്തിലെ താഴ്ന്ന നിലയിലുള്ള ആളുകൾ, അത് ജാതിപരമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിരിക്കാം, താഴ്ന്ന നിലയിൽ ഉള്ള ആളുകളുടെ ജീവിത രീതി, അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അധിക്ഷേപിക്കുന്ന പദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് ഭാഷയിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അസഭ്യമായി പ്രയോഗിക്കുന്ന പദമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, ചെറ്റ എന്ന പദം. താഴ്ന്ന ജാതിക്കാരൻ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ താമസിക്കുന്ന കുടിലിനെയാണ് ചെറ്റക്കുടിൽ എന്ന് പറയുന്നത്. മുളയും ഓലയും കൊണ്ടോ അല്ലെങ്കിൽ അടക്കാമരത്തിൻ്റെ വാരി കൊണ്ടും ഓലയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ വീടുകളെയാണ് ചെറ്റക്കുടിൽ എന്ന് പറയുന്നത്. ആ കുടിൽ താമസിച്ചിരുന്നത് താണജാതിക്കാരും സമൂഹത്തിൽ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരുമായിരുന്നു. അതേസമയം ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ, സാമ്പത്തികമായി മുകളിൽ നിൽക്കുന്നവരൊക്കെ താമസിച്ചിരുന്ന വലിയ വലിയ തറവാടുകളിൽ, വലിയ വലിയ മനകളിൽ, വലിയ വലിയ ബംഗ്ലാവുകളൊക്കെ ആയിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ തറവാടുകളിൽ താമസിക്കുന്നവർക്ക് തറവാടിത്തരമുണ്ട് അല്ലെങ്കിൽ തറവാടിത്തമുണ്ട്. അതിനെ നമ്മൾ അഭിമാനപൂർവ്വം കാണുന്നു. അതേസമയം ചെറ്റയിൽ താമസിക്കുന്നവരോട് ബന്ധപ്പെട്ട് വരുന്ന ചെറ്റത്തരം അപമാനകരമായൊരു പദമായിത്തീരുന്നു. ഇത് നൽകുന്ന സൂചന താഴ്ന്ന ജാതിയിലുള്ളവരുടെ അല്ലെങ്കിൽ താണനിലയിൽ ജീവിച്ചിരുന്നവരുടെ ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളുമൊക്കെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ച് പിന്നീട് അത് മോശമായ പദമായി തീർന്നു. അങ്ങനെ ആയിരിക്കണം പുലയാടി എന്ന വാക്കും ചെറ്റ എന്ന വാക്കും തെറിവാക്കായി അല്ലെങ്കിൽ ഒരു അസഭ്യ പദമായിട്ടൊക്കെ മാറിയത്. ഇതാണ് പുലയാടി എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ചർച്ച. രണ്ടാമത്തേത് അടിപൊളി എന്ന വാക്കാണ്. അടിപൊളി എന്ന വാക്ക് സ്വാഭാവികമായിട്ടും അടിച്ചു പൊളിക്കുക എന്ന വാക്ക് ലോപിച്ചുണ്ടായതായിരിക്കണം. അടിച്ചു പൊളിക്കുക, തകർക്കുക,
എന്നൊക്കെ പറയുന്ന സംഭവം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അത് തട്ടുപൊളിപ്പൻ എന്ന വാക്കാണ്. അടിപൊളി എന്ന വാക്കിനെ ഡയറക്റ്റായിട്ടൊരു കഥകളൊന്നും കണ്ടെത്തിയില്ലെങ്കിലും തട്ടുപൊളിപ്പൻ എന്ന് പറയുന്ന വാക്കിന് ഒരു പരമ്പരാഗത കലയുമായിട്ട് ബന്ധമുണ്ട്. ആ പരമ്പരാഗത കലയുടെ പേര് ചവിട്ടുനാടകം എന്നാണ്. ചവിട്ടുനാടകത്തിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് തട്ടുപൊളിപ്പൻ. കേരളത്തിലെ ചാവക്കാട് മുതൽ കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ക്രിസ്ത്യാനികളിലെ ലത്തീൻ കത്തോലിക്കരുടെയിൽ പ്രചരിച്ചിരുന്ന ഒരു കലാരൂപമായിരുന്നു ചവിട്ടുനാടകം. ഈ ചവിട്ടുനാടകം കളിക്കുന്നത് തമിഴ് കലർന്ന ഭാഷയിലെ ശീലുകൾ പാടിക്കൊണ്ടാണ്. ചിന്നത്തമ്പി അണ്ണാവി എന്ന വ്യക്തിയാണ് ചവിട്ടുനാടകത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആദ്യകാല ചവിട്ടുനാടകങ്ങളുടെ രചയിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ തമിഴ് കലർന്ന സാഹിത്യമായിരുന്നു ചവിട്ടുനാടകത്തിനുണ്ടായിരുന്നത്. ഈ നൃത്തരൂപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലുകൾ ഉയർത്തി ചവിട്ടിക്കൊണ്ടാണ്. വെറുതെ ഒരു സാധാരണ നൃത്തത്തിൽ കാണുന്ന പോലെ ചവിട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നെഞ്ചൊപ്പം മുട്ടുയർത്തിയിട്ടാണ് ചവിട്ടുന്നത്. ചവിട്ട് നാടകം നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ തട്ടുകൾ പലക കൊണ്ടുള്ള തട്ടുകളായിരുന്നു. എന്നാലല്ലേ ചവിട്ടിയ ശബ്ദം എന്നാലല്ലേ ബൂട്ടിട്ട കാലുകൾ കൊണ്ട് ചവിട്ടിയ ശബ്ദം കേൾക്കുകയുള്ളൂ. ഈ പലകയിൽ അമർത്തി ചവിട്ടിയാണ് കളിക്കുന്നത്. ഇവരുടെ ചവിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ തട്ട് പൊളിഞ്ഞു പോകുമെന്ന് തോന്നും. ഇനി പൊളിഞ്ഞു വീണിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത്തരത്തിൽ തട്ടുപൊളിപ്പൻ പ്രകടനമാണ് ചവിട്ട് നാടകക്കാർ കാഴ്ചവെക്കുന്നത്. എത്രമാത്രം ഇങ്ങനെ അമർത്തി ചവിട്ടുന്ന അല്ലെങ്കിൽ എത്രമാത്രം ശബ്ദം പുറപ്പെടുവിക്കുന്ന അത്രമാത്രം ഇമ്പാക്റ്റ് ഇത് കാണുന്നവരുടെ ഇടയിലുണ്ടാകും. അങ്ങനെ അത്രയും നല്ല രീതിയിൽ ചവിട്ട് നാടകം അവതരിപ്പിച്ചു എന്ന് കാണിക്കാനാണ് തട്ടുപൊളിപ്പൻ പ്രകടനം എന്ന പ്രയോഗം ഭാഷയിലേക്ക് വന്നത്. അത് പിന്നെ സമാന പദങ്ങളായ തകർത്തു, അടിച്ചുപൊളിച്ചു, അടിപൊളിയായി എന്ന രീതിയിലേക്ക് വന്നതാവാം. ഇത് രണ്ടുമാണ് പുലയാടി, അടിപൊളി എന്നീ വാക്കുകൾ വന്നതിന് പിന്നിലുള്ള സാഹചര്യമായിട്ട് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വാദപ്രതിവാദത്തിന് സാധ്യത നൽകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചർച്ചയായിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഈ വാക്കുകളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ കമൻറ്റിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് നോക്കുക. ആരോഗ്യപരമായ ഒരു ചർച്ചയിലൂടെ നമുക്ക് ഈ വാക്കുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം.